ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു ഒളിമ്പ്യാഡിന്റെ. ഇന്ന് നമ്മൾ ആനിമൽസിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ് ഇത്. W is the longest migratory bird. Which of the following is W? അതായത് W എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഈ W എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് അറിയില്ല. അപ്പൊ ആ W ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേറ്ററി ബേർഡ്. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേറ്ററി ബേർഡ് ഏതാണെന്നാണ് ഇതില് ഇൻഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്: സാൽമൺ, ലോക്കസ്റ്റ്, ബ്ലൂ വെയിൽ, ആർട്ടിക് റെയിൻ. എന്റെ മൈഗ്രേഷന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇതിന്റെ ആൻസർ ആർട്ടിക് റെയിൻ ആണ്. ആർട്ടിക് റെയിൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേഷൻ നടത്തുന്നത്. 71,000 കിലോമീറ്റർ ആണ് ആർട്ടിക് റെയിൻ എല്ലാ വർഷവും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 71,000 ഒറ്റ സ്ട്രെച്ചിലല്ല, 35,000ഉം 36,000ഉം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 71,000 കിലോമീറ്റേഴ്സ് ആണ് ആർട്ടിക് റെയിൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന W ഏതാണ്? W is the longest migratory bird. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആർട്ടിക് റെയിൻ D ആണ്. ആർട്ടിക് റെയിൻ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 7th ക്വസ്റ്റ്യൻ ആണ് ഇത്. A tadpole breathes through its, അതായത് ഒരു ടാഡ്പോള് അതിന്റെ ഏത് ഓർഗൻ വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലങ്സ്, ലെഗ്സ്, ഗിൽസ്, മോയിസ്റ്റ് സ്കിൻ. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത് ഹ്യൂമൻസും പിന്നെ കരയിൽ ജീവിക്കുന്ന വേറെ ചില ജീവികളും, കാറ്റ്, ഡോഗ് അങ്ങനത്തെ ജീവികളാണ് ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ഡോൾഫിനും വെയിലും ലങ്സ് വെച്ച് ബ്രീത്ത് ചെയ്യും, കാരണം അവർ മാമൽസ് ആണ്, വെള്ളത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ. പിന്നെ ലെഗ്സ് വെച്ച് ബ്രീത്ത് ചെയ്യുന്ന ആരും ഇല്ല. പിന്നെ ഗിൽസ് വെച്ച് ബ്രീത്ത് ചെയ്യുന്ന ജീവികൾ ഫിഷ്, പ്രോൺസ്, ക്രാബ് അങ്ങനത്തെ ജീവികളൊക്കെ ഗിൽസ് വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നെ ടാഡ്പോളും ഗിൽസ് വെച്ച് തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഗിൽസ് ആണ്. കാരണം ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രോഗിന്റെ കുഞ്ഞാണ്. അത് കുഞ്ഞായിരിക്കുമ്പോൾ വെള്ളത്തിലായിരിക്കും ജീവിക്കുന്നത്. അത് അപ്പോൾ അതിന്റെ ഗിൽസ് വെച്ച് ബ്രീത്ത് ചെയ്യും. വലുതായി ഒരു അഡൽട്ട് ഫ്രോഗ് ആയി കഴിയുമ്പോൾ അത് വെള്ളത്തില് മോയിസ്റ്റ് സ്കിന്നിലും കരയില് ലങ്സിലുമാണ് ബ്രീത്ത് ചെയ്യുക. പിന്നെ ഡി, മോയിസ്റ്റ് സ്കിൻ. മോയിസ്റ്റ് സ്കിന്ന് വെച്ച് ബ്രീത്ത് ചെയ്യുന്നത് അഡൽട്ട് ഫ്രോഗും ഇൻ വാട്ടറും പിന്നെ എർത്ത് വാമുമാണ് മോയിസ്റ്റ് സ്കിന്നും കൂടെ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ 7th ക്വസ്റ്റ്യന്റെ ആൻസർ സി, ഗിൽസ് ആണ്. അടുത്ത നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെഫർ ടു ദ ഗിവൺ വെൻ ഡയഗ്രാം. പി കുഡ് ബി, അതായത് ഈ വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പി എന്തെന്ന് അറിയില്ല. പി ഒരു വേരിയബിൾ ആണ്. ഒരു ആനിമലിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ പി തന്നിരിക്കുന്നത്. അപ്പം ബ്രീത്ത് ത്രൂ സ്കിന്നും ബ്രീത്ത് ത്രൂ ലങ്സും കഴിയുന്ന ഒരു ജീവിയാണ് പി. അപ്പം ബ്രീത്ത് ത്രൂ മോയിസ്റ്റ് സ്കിന്ന് എർത്ത് വേമിനും ഫ്രോഗിനും പറ്റും. ബ്രീത്ത് ത്രൂ ലങ്സ് ഹ്യൂമൻസിനും ഡോഗിനും കാറ്റിനും ഫ്രോഗിനും ഇങ്ങനെ കുറെ ജീവികൾക്ക് പറ്റും. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്ന ജീവിനെയാണ് ഈ പി ആയിട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്ന ഒരേ ഒരു ജീവിയുള്ളൂ, ഫ്രോഗ് ആണ്. ഫിഷിന് സ്കിന്നിൽ കൂടെയും ബ്രീത്ത് ചെയ്യാൻ പറ്റൂല, ലങ്സിൽ കൂടെയും ബ്രീത്ത് ചെയ്യാൻ പറ്റൂല. അവര് ഗിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡോൾഫിന് ലങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രാബ് ഗിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 8th ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണ്, ഫ്രോഗ്. അടുത്ത നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. How do whales and dolphins breathe through? അതായത് എങ്ങനെയാണ് വെയിൽസും ഡോൾഫിൻസും ശ്വസിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എ, സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന ആരാണ്? ഇൻസെക്ട്സ് ആണ് സ്പൈറക്കിൾസിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം സ്പൈറക്കിൾസ് അല്ലേ ഇതിന്റെ ആൻസർ. സി അല്ല, ബി, മോയിസ്റ്റ് സ്കിൻ. മോയിസ്റ്റ് സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത് എർത്ത് വേമും വെള്ളത്തിൽ
വെള്ളത്തിലോട്ട് പോകുമ്പോൾ ഫ്രോഗും ആണ് മോയിസ്റ്റ് സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത്. സി ഗിൽസിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത് ഫിഷും ക്രാബും അങ്ങനത്തെ ജീവികളാണ്. പക്ഷെ വെയിലും ഡോൾഫിനും എന്താണ് ഫിഷിനെയും ക്രാബിനെയും ഒന്നും പോലെ വെള്ളത്തിൽ ജീവിക്കുന്നെന്ന് മാത്രമേ, ഫിഷിനെയും ക്രാബിനെയൊക്കെ പോലെ ഗിൽസിൽ കൂടെ അല്ല ബ്രീത്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ മാമൽസ് ആണ്, അതുകൊണ്ട് അവർ ലങ്സ് വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ലങ്സ് ആണ്. അതായത് ഈ മാമൽസ് ആയതുകൊണ്ട് തന്നെ ഇവർ വെള്ളത്തിൽ ജീവിക്കുകയാണെങ്കിലും അവർ ലങ്സ് വെച്ച് തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അവരുടെ മുകളിലൊരു പുറത്തൊരു ഹോൾ ഉണ്ട്, അതുവഴി അവര് ഓക്സിജൻ എടുക്കും. പക്ഷെ എന്താണ് അവർ ലങ്സ് വെച്ച് തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ 9th ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ലങ്സ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി ഇൻകറക്റ്റ് പെയർ. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയറിനെ സെലക്ട് ചെയ്യാൻ, തെറ്റായിട്ടുള്ള പെയറിനെ സെലക്ട് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എ എർബോറിയൽ ആനിമൽ മങ്കിയാണ്. എർബോറിയൽ ആനിമൽ മങ്കി തന്നെയാണ്, കാരണം അത് സ്വാഭാവികമായിട്ട് ട്രീ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് പെയറാണ്, ഇൻകറക്റ്റ് പെയർ അല്ല. അടുത്ത അക്വാറ്റിക് സീ ഹോഴ്സ്. വെള്ളത്തിലാണ് സീ ഹോഴ്സ് ജീവിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് പെയറാണ്, ഇൻകറക്റ്റ് പെയർ അല്ല. അടുത്ത ആംഫിബിയൻ സലമാൻഡർ. സലമാൻഡറിന് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് സലമാൻഡർ. അതുകൊണ്ട് ഇതും കറക്റ്റ് പെയറാണ്, ഇൻകറക്റ്റ് പെയർ അല്ല. അപ്പൊ ഇനി ഒരേ ഒന്നേ ഉള്ളൂ, ഏരിയൽ റാബിറ്റ്. റാബിറ്റിന് പറക്കാൻ പറ്റുമോ? ഇല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം റാബിറ്റും എന്താണ് ഏരിയലും മാച്ച് ആവില്ല, അതുകൊണ്ട് ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ 10th ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യണം. അപ്പം ഇതൊക്കെ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ. ഇതൊക്കെ ഈ വർഷത്തെ ഒളിമ്പ്യാഡിനും പിന്നെ നവോദയയ്ക്കും GK ക്വിസിനും പിന്നെ നമ്മുടെ ഇപ്പൊ തന്നെ വരുന്ന ഓണം എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ എന്തായാലും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.